താനൂർ ബോട്ട് ദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് സർക്കാർ ധനസഹായം നൽകുന്നുണ്ടെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവനയ്ക്കെതിരെ പരിക്കേറ്റ കുട്ടിയുടെ കുടുംബം രംഗത്ത്. അപകടത്തിൽ പരിക്കേറ്റ മകൾക്ക് യാതൊരു സഹായവും ലഭിച്ചില്ലെന്ന് പരപ്പനങ്ങാടി സ്വദേശി ജാബിർ പറഞ്ഞു. ജാബിറിന്റെ ഭാര്യയും ഒരു മകനും ഉൾപ്പെടെ കുടുംബത്തിലെ 11 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. ഈ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കുമുള്ള ചികിത്സ സൗജന്യമായി തന്നെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു കുടുംബം സർക്കാരിൻ്റെ ചികിത്സ പോരാ എന്ന് പറഞ്ഞ് മറ്റൊരു ആശുപത്രിയിൽ പോയി. ആ ആശുപത്രിയിലെ ബില്ല് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴും അവർക്ക് ആ പണം കിട്ടും. തിരൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വി അബ്ദുറഹ്മാൻ നടത്തിയ ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് കുടുംബം രംഗത്ത് വന്നത്. 2023 മുതൽ ഈ 2026 വരെയും നമ്മൾ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക്. അതിന് വിദഗ്ധമായ ചികിത്സ ഇനി ആവശ്യവുമാണ്. ഒരുപാട് ചികിത്സയ്ക്കായി ഒരുപാട് പൈസകൾ നമുക്ക് ചിലവാക്കുകയും ചെയ്യും. നമ്മെ തിരിഞ്ഞു നോക്കുവാനോ അല്ലെങ്കിൽ ഒരു സർക്കാർ സഹായവും ചെയ്യാതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോഴത്തേക്ക് നമുക്ക് പ്രതിഷേധം ഉണ്ടായതാണ്. ബോട്ടുടമയ്ക്കെതിരെയുള്ള കേസിൽ ദുരന്തബാധിതരുടെ കുടുംബം കക്ഷി ചേർന്നതിനാൽ ഇരകൾക്ക് സഹായം നൽകാൻ കഴിയില്ലെന്നാണ് കളക്ടർ അവസാനം അറിയിച്ചതെന്ന് കുടുംബം പറയുന്നു. മീഡിയ 1 മലപ്പുറം.